ഏലിയാവിന് അപ്പം കൊണ്ടുവരേണ്ട കാക്ക ഏലിയാവിന്റെ അടുത്ത് തന്നെ വന്നു. വഴിതെറ്റിപ്പോയില്ല, മാറിപ്പോയില്ല. ഏലിയാവിന് അപ്പം കൊണ്ടുവന്ന കാക്ക 150 മൈൽ ദൂരത്തിൽ നിന്ന് വന്നെന്നാണ് ഒരു ബുക്കിൽ ഞാൻ വായിച്ചത്. പിന്നെ മുഴുവൻ നെഗറ്റീവ് എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പം കൊണ്ടുവരുവാൻ കാക്കയ്ക്ക് യാതൊരു അനുകൂല സാഹചര്യവും ഇല്ല. ഒന്നാമത്തെ തടസ്സം, ചുണ്ടത്ത് അപ്പം കടിച്ചു പിടിക്കാൻ പറ്റില്ല. കടിച്ചു പിടിച്ച് പറന്നാൽ മൂക്കടഞ്ഞു പോകും, ശ്വാസം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വായിൽ കടിച്ചു പിടിച്ചു വരാൻ പറ്റില്ല. കാലയിൽ അപ്പം പിടിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. കാലും കൂടി ഉണ്ടെങ്കിലേ വേഗത കിട്ടൂ. അതുകൊണ്ട് അതും സാധ്യമല്ലെന്ന്. പിന്നെ 5 മൈലൊക്കെ ഒറ്റയടിക്ക് പറക്കാൻ പറ്റൂ. 5 മൈൽ കഴിയുമ്പം ശ്വാസം മുട്ടാൻ തുടങ്ങും. പിന്നെ ഏതെങ്കിലും മരക്കൊമ്പുകളിലൊക്കെ കയറിയിരുന്ന് വേണം, പിന്നെ വിശ്രമിച്ചിട്ട് വേണം പിന്നെ പറക്കാൻ. ഏലിയാവിന് അപ്പം കൊണ്ടുവന്ന കാക്ക ഒറ്റയടിക്ക് 150 മൈൽ ദൂരം പറന്നെന്ന്. കാക്കയുടെ കയ്യിൽ ഏലിയാവിന് കൊടുക്കേണ്ട നിയോഗത്തിന്റെ അപ്പം കൊടുത്തു. ഈ കാക്ക പറക്കാൻ തുടങ്ങി. കാക്ക ഒറ്റയ്ക്കല്ല, ഒത്തിരി കാക്കമാർ കൂടെയുണ്ട്. എല്ലാ കാക്കമാരും ഒന്നിച്ചു പറക്കുക. പറന്ന് വരുമ്പോൾ കൂടെ പറക്കുന്ന കാക്കമാർക്ക് ഒരു സംശയം. എന്താ സംശയം എന്നറിയാമോ? ഞങ്ങളുടെ ചുണ്ടത്ത് അപ്പമില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ കാലയിൽ അപ്പമില്ല. പക്ഷെ ഞങ്ങൾക്കൊപ്പം എങ്ങനെ നീ പറക്കുന്നേ? പണ്ട് ഞങ്ങൾ ചുണ്ടത്ത് കടിച്ചു പിടിച്ചുകൊണ്ട് പറന്നപ്പം ഇത്രയും വേഗത കിട്ടിയില്ല. ലോഡൊന്നുമില്ലാത്ത ഞങ്ങളോട് കൂടെ ലോഡുള്ള നീ എങ്ങനെയാ പറക്കുന്നേ? ആ കാക്കയോട് ചോദിച്ചാൽ ആ കാക്ക തിരിച്ച് മറുപടി പറയും, അതാ ഞാനും ആലോചിക്കുന്നേ. നിങ്ങൾ പറഞ്ഞ അസ്വസ്ഥതയെല്ലാം പണ്ടും എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എന്താണെന്നറിയത്തില്ല, പ്രത്യേക ഒരു ശക്തി എന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നു. ഒരു ദൂത് ഞാൻ പറയാമേ, നിയോഗം നിന്റെ മേലുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനുള്ള അഭിഷേകം ദൈവം നിന്റെ മേൽ പകരും. നിന്റെ മേൽ വിളിയുണ്ടെങ്കിൽ ആ വിളി പൂർത്തീകരിക്കാനുള്ള അഭിഷേകവും. ഹല്ലേലൂയ. നിന്റെ കൂടെ പറക്കുന്ന കാക്കമാരെല്ലാം ക്ഷീണിച്ചാലും നീ ക്ഷീണിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. കാക്ക പറന്ന് 5 മൈൽ തീരാറായി. 4.25 മൈൽ കഴിഞ്ഞപ്പം കൂടെ ഉണ്ടായിരുന്ന കാക്കമാരെല്ലാം അണയ്ക്കാൻ തുടങ്ങി. നിർത്തിയേക്കാ, നമുക്ക് ഏതെങ്കിലും മരക്കൊമ്പേ കയറാ, എവിടെയെങ്കിലും കയറിയിരിക്കുക, അയ്യോ അയ്യേ എന്ന് പറഞ്ഞേച്ച് ഇവർ നിയോഗമുള്ള കാക്കയോട് ചോദിക്കാൻ. കാക്ക പറയും, എന്തെന്നറിയത്തില്ല, എനിക്കൊരു ക്ഷീണം തോന്നുന്നില്ല. 4.5 മൈൽ കഴിഞ്ഞു, 4.25 മൈൽ കഴിഞ്ഞ് 5 മൈൽ എടുക്കാറായി, പക്ഷേ എനിക്ക് ക്ഷീണമില്ല. നിങ്ങൾ വിശ്രമിക്കുന്നെങ്കിൽ വിശ്രമിച്ചോ, എനിക്ക് ക്ഷീണമൊന്നുമില്ല. ഇനിയും പറക്കാൻ ഒരു എനർജി തോന്നുന്നു. അതാണ് നിയോഗമുള്ളവർക്ക്. അവർ മടുത്തു പോകാൻ, ക്ഷീണിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നിയോഗമുള്ളവൻ, വിളിയുള്ളവൻ, കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ വീണു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. അവനെ ദൈവം ലക്ഷ്യത്തിലെത്തിക്കും. കാക്ക പറന്ന് 150 മൈൽ ദൂരം ഒറ്റയടിക്ക് പറന്നു. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, അന്ന് ആ കാക്കയ്ക്ക് ഒരു പ്രത്യേക ബലം കർത്താവ് കൊടുത്ത് കാണും, പ്രത്യേക ഒരു ശക്തി കൊടുത്ത് കാണും. കാക്ക കൊണ്ട് അപ്പം കൊണ്ട് ഏലിയാവിൻ്റെ കയ്യിൽ കൊടുത്ത്. ഏലിയാവ് അപ്പം മേടിച്ചു, വട്ടത്തിലുള്ള അപ്പം. ഏലിയാവ് അപ്പം മേടിച്ചു നോക്കുമ്പം വട്ടത്തിലുള്ള അപ്പത്തിൻ്റെ ഒരു മൂലയിൽ വി പോലൊരു ഗ്യാപ്പ്, വട്ടത്തിലിരിക്കുന്ന അപ്പത്തേലേ കൊണ്ട് കൊടുത്തു കഴിഞ്ഞ് ഏലിയാവ് 2 കൈ കൊണ്ട് പിടിച്ചു നോക്കിയപ്പം വട്ടത്തിൽ വി പോലൊരു ഗ്യാപ്പ്. കാക്ക പറന്നു പോകാൻ തുടങ്ങുമ്പോൾ ഏലിയാവ്, കാക്ക നിന്നേ, ഇതവിടെ പോകുന്നേ. ഒരു സംശയം, ഇതെന്താണ് ഈ വട്ടത്തിലുള്ള അപ്പത്തിൻ്റെ ഒരു സൈഡിൽ വി പോലൊരു ഗ്യാപ്പ്? അപ്പം കാക്ക പറയും, അത് ഞാൻ ചുണ്ടത്ത് കടിച്ചോണ്ട് പിടിച്ചു വന്നതാ, നിനക്ക് തന്നതിൻ്റെ ദശാംശമാണ്. ദശാംശമാണെന്ന് പറഞ്ഞ് അത് അടിച്ചു മാറ്റാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ കയ്യിൽ വരേണ്ടത് നിന്റെ കയ്യിൽ വരും, നിന്റെ വീട്ടിൽ വരേണ്ടത് നിന്റെ വീട്ടിൽ വരും. നിനക്കുള്ളതിനെ വേറൊരുത്തൻ അടിച്ചു മാറ്റാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ വലയ്ക്കകത്ത് കയറാനുള്ളതാ, നിന്റെ വലയ്ക്കകത്ത് കയറാനുള്ളതാ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒന്ന് കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ഒന്ന് കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ആരെല്ലാം അതിന്റെ ഇടയിൽ കയറി കളിച്ചാലും അതിനെ തട്ടിമാറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ല. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒരു നിറവ് നിനക്ക് വേണ്ടി വെളിപ്പെടുവാൻ പോകുന്നു. നിന്റെ വലയ്ക്കകത്ത് ചിലത് അകപ്പെടാൻ പോകുന്നു. അത് നിന്റെ വലയ്ക്കകത്ത് കയറേണ്ടതാ.